ക്ലാസ് ഡി ആമ്പുകൾ സ്വീകാര്യമല്ലാത്ത അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാൾക്കാരുടെ ഇടയിലേക്ക് നമ്മൾ ഇതുപോലത്തെ ഒരു വിഷയം സംസാരിക്കുന്നത് എത്രമാത്രം അത് പ്രയോജനപ്പെടുമെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. കാര്യം നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഇപ്പോഴും ക്ലാസ് ഡി ആമ്പിനെ അത്ര അങ്ങോട്ട് ഇതാക്കി എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇതിലൊരു മറ്റൊരു കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പം ഗെയ്സ്, ഈ ഒരു ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽ. കണ്ടില്ലേ, വയർ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഈ ഒരു ബോർഡ് ഇറക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു സ്പെക്ക് നോക്കുകയാണെങ്കിൽ DC 24 വോൾട്ട് തൊട്ട് 54 വോൾട്ട് വരെ നമുക്കിത് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഡ്യുവൽ ചാനലാണ്. 4 ohms 8 ohms ഉപയോഗിക്കാം. നമുക്ക് ഒരു ചാനലിന് 300 വാട്ടാണ് അവർ പറയുന്നത്. അങ്ങനെ 2 ചാനലിലൂടെ നമുക്ക് 600 വാട്ട്സ് വരെ എടുക്കാനായിട്ട് പറ്റും. റെക്കമെൻഡഡ് സ്പീക്കർ 4 ohms 300 വാട്ടാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. നമുക്ക് 8 ohmസിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു 150 വാട്ട്സ് 160 വാട്ട്സ് ആ റേഞ്ച് ആയിരിക്കും നമുക്ക് ഇതിൽ കിട്ടുന്നത്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരുന്ന ചിപ്പാണ് വളരെ നല്ലൊരു ചിപ്പാണ്. TPA3255. ടെക്സാസ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ TPA3255 എന്ന് പറയുന്ന ഒരു ചിപ്പാണ്. ആ ചിപ്പിൻ്റെ ഒരു ഡാറ്റ ഷീറ്റ് ജസ്റ്റ് നിങ്ങൾ എടുത്ത് നോക്കി അറിയാൻ പറ്റും അതിൻ്റെ ഒരു പവർ എത്രയാണെന്നുള്ളത്. വളരെ വളരെ ചെറിയ ഒരു ചിപ്പാണ്. ആ ചിപ്പ് വെച്ചിട്ടാണ് ജസ്റ്റ് ഇതാ ഈ കാണുന്ന 2 op-amp IC കൂട്ടി വെച്ചാൽ എത്ര കാണും അത്രയുള്ള ഒരു ചിപ്പാണ് TPA3255 എന്നൊരു ചിപ്പ്. അപ്പോൾ ആ ചിപ്പ് വെച്ചിട്ടാണ് ഇവർ ഈ ഒരു ആംപ്ലിഫയർ ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു SMPS വരുന്നുണ്ട്. 48 വോൾട്ട് 10 ആംപിയറിൻ്റെ ഒരു SMPS ആണ്. അപ്പോൾ ഈ ഒരു SMPS വെച്ചിട്ട് വേണം നമ്മളിത് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് ട്രാൻസ്ഫോമർ വെച്ചിട്ട് ഒരു പവർ സപ്ലൈ വെച്ചാലും അത് വർക്കാവും. ഇതൊരു കോംബോ ആയിട്ടാണ്, ഇത് രണ്ടും ഒരു കോംബോ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതും ഇതിൻ്റെ കൂടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേര് കമൻറ്റ് ഇടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ചിപ്പ് കംപ്ലൈൻ്റ് ആയി പോയാൽ ഈ ആംപ്ലിഫയർ അടിച്ചു പോയാൽ എന്ത് ചെയ്യുന്നു, ആ കൂടെ ഇതിനകത്ത് കംപ്ലൈൻ്റ് ആയി പോകാനുള്ളൊരു സാധ്യതയായിട്ടുള്ളത് ആ ചിപ്പ് തന്നെയാണ്. അപ്പോൾ ആ ചിപ്പ് നമുക്ക് ഓൺലൈൻ സൈറ്റിൽ വാങ്ങാൻ കിട്ടുന്നുണ്ട്. ബൈ ചാൻസ് ആ ചിപ്പ് കംപ്ലൈൻ്റ് ആയാൽ, അങ്ങനെ ഒരു പെട്ടെന്ന് അങ്ങനെ ആ ചിപ്പ് കംപ്ലൈൻ്റ് ആകത്തില്ല. ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങൾ അതിനെ പിടിച്ച് ഷോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ സ്പീക്കർ എന്തെങ്കിലും ഷോർട്ട് ആവുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതൊക്കെ വന്നാൽ പോലും ആ ചിപ്പ് പെട്ടെന്ന് അങ്ങനെ പോകുന്നൊരു ചിപ്പല്ല. പിന്നെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആയതുകൊണ്ട് അത് പോകാൻ സാധ്യത കൂടുതലാണെന്ന് നമുക്ക് പറയാം. അതിപ്പോൾ ട്രാൻസിസ്റ്റർ ആയാലും അങ്ങനെ തന്നെ, മോസ്ഫെറ്റ് ആയാലും അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഇപ്പോൾ TD794 ഇതുപോലെ ചിപ്പുകളൊക്കെ വളരെ ഇതായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്നതിൽ പ്രൊട്ടക്ഷൻസൊക്കെ ഇവർ ഇതിനകത്തെല്ലാം ഇപ്പോൾ നമ്മുടെ TD794 ഈ പറയുന്ന ഒറിജിനൽ ചിപ്പിലൊക്കെ ആണെങ്കിൽ ഹീറ്റ് പ്രൊട്ടക്ഷനും ഓവർലോഡ് പ്രൊട്ടക്ഷൻ അങ്ങനെയൊക്കെയുള്ള കുറേ പ്രൊട്ടക്ഷനൊക്കെ ഉള്ള ഒരു ചിപ്പാണ് ആ ചിപ്പ്. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് അത് ഡ്യൂപ്ലിക്കേറ്റ് നമുക്കിവിടെ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകുന്നത്. ഇത് ടെക്സാസ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ TPA3255 എന്ന് പറയുന്ന ചിപ്പാണ്. അപ്പോൾ ആ ചിപ്പ് അത്യാവശ്യം നല്ല ഓഡിയോ ക്വാളിറ്റി ഉള്ളതും പവർ എടുക്കുന്ന ചിപ്പുമാണ്. വളരെ ചെറിയ ചിപ്പാണെങ്കിൽ നമുക്കൊരു ചാനലിന് 300 വാട്ടാണ് അവർ പറയുന്നത്. 315 വാട്ട്സാണ് അവർ പറയുന്നത്. 54 വോൾട്ടൊക്കെ കൊടുക്കണം നമുക്കവിടെ, എന്നാലേ അത്രയും വാട്ട്സ് നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ നമുക്ക് പോട്ടെ, 300 വേണ്ട, ഒരു 250 വാട്ട്സ് കിട്ടിയാലും അതൊരു ഇത് തന്നെയാണ്. കാര്യം ഇത്രയും ചെറിയൊരു ബോർഡിൽ കണ്ടില്ല, ഇത്രയേ ഉള്ളൂ, ഈ കയ്യിൽ കാണുന്ന അത്രയേ ഉള്ളൂ. ഇത്രയും ചെറിയ ബോർഡിൽ നമുക്ക് അത്രയും വാട്ട്സ് കിട്ടുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഹീറ്റ് ആവും. അതുകൊണ്ട് തന്നെയാണ് അവർ ഇതിലൊരു ഫാൻ വെച്ചിട്ടുള്ളത്. റെക്കമെൻഡ് ചെയ്ത സ്പീക്കറിനാണെങ്കിൽ 300 വാട്ട് അവർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബോർഡിന്, ഒരു ചാനലിന് 300 വാട്ട് അവർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് അത് കിട്ടേണ്ടതാണ്. ഇതിൻ്റെ ഒരു ഡാറ്റ ഷീറ്റ് പ്രകാരം ഞാനടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് ഈ പറയുന്ന രീതിയിലുള്ള പവർ ഔട്ട്പുട്ട് കിട്ടും എന്ന് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാം. ഈ നമ്പർ വെച്ചിട്ട് TPA3255 എന്ന് പറഞ്ഞ നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ചാനൽ 315 വാട്ട്സാണ് അവർ പറയുന്നത്. ഒറിജിനൽ ചിപ്പ് ആയിരിക്കണം. ഇത് ഒറിജിനൽ ചിപ്പാണ് എന്നാണ് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുള്ളത്. വേറെ കുഴപ്പങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ഓഡിയോ സിഗ്നൽസ് കൊടുക്കേണ്ടത്. ലെഫ്റ്റ് റൈറ്റ് സിഗ്നൽ കൊടുക്കാനുള്ള ഇവിടെയാണ്. പിന്നെ ഇതിൻ്റെ വോൾട്ട് കൊടുക്കേണ്ട പോസിറ്റീവ് നെഗറ്റീവ് ഇവിടെയാണ് കൊടുക്കാനായിട്ടുള്ളത്. ലെഫ്റ്റ് റൈറ്റ് ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും. ജസ്റ്റ് പുറകു ഭാഗം തിരിച്ചു നോക്കി അറിയാൻ പറ്റും. കണ്ടില്ലേ, ലെഫ്റ്റ് റൈറ്റ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫാനിൻ്റെ കണക്ഷനൊക്കെ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു ഹൈ പവർ ആംപ്ലിഫയർ, കോമ്പാക്റ്റായിട്ട്
നല്ല ഹൈ പവർ ഒരു ആംപ്ലിഫയർ. അത് കൂടാതെ തന്നെ പിന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കമ്പോണൻസൊക്കെ തന്നെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്തതുകൊണ്ട് നല്ല കമ്പോണൻസ് തന്നെയാണ് അവർ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ചൈനീസ് കപ്പാസിറ്ററാണ്, ചൈനീസ് പ്രോഡക്റ്റ് തന്നെയാണ് ഇത്. ചൈനീസ് നമ്മൾ ഈ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കപ്പാസിറ്ററിലുള്ള ഈ ചൈനീസ് ചങ് എക്സ് എന്നൊക്കെ പറയുന്ന കപ്പാസിറ്റേഴ്സും ഉണ്ട്. അതിൻ്റെയൊക്കെ ESR വാല്യൂ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും. അതിന് വളരെ കുറവായിരിക്കും. നമ്മുടെ കെൽട്രോണിനെ കാട്ടിയും അടിപൊളി കപ്പാസിറ്റേഴ്സ് ചൈനയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കപ്പാസിറ്ററിനെ നമുക്ക് ഇങ്ങനെ ഒരു കുറ്റമായിട്ട് പറയാനും പറ്റത്തില്ല. ഓക്കെ, അതുപോലെ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ നാട്ടിൽ വരുന്ന മിക്ക കപ്പാസിറ്ററും ചൈനയിൽ തന്നെ ആയിരിക്കാം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വിഷയമല്ല. എന്തായാലും വളരെ കോമ്പാക്റ്റായിട്ട് ഉള്ള ഒരു വളരെ പവർഫുള്ളായിട്ടൊരു ആംപ്ലിഫയർ, ഒരു സൈഡ് 300 വാട്ട് കിട്ടുക എന്നുള്ളത് അത് ഇത്രയും ചെറിയ ചിപ്പിൽ നമുക്കിപ്പോൾ ഒരു ആംപ്ലിഫയർ 300 + 300 600 വാട്ട്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു രീതിയിലുള്ള പവർ സപ്ലൈയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ട്രാൻസ്ഫോമർ, ഇതിൻ്റെ പവർ സപ്ലൈ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം. അവിടെയാണ് ഒരു നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ ഇത്രയും കുഞ്ഞ് SMPS അതിൻ്റെ കൂടെ ഇത്രയും കുഞ്ഞ് ക്ലാസ് D ആംപ്ലിഫയർ വളരെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് ഒരു സബ് വൂഫർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. കാര്യം ഒരു സൈഡ് 300 വാട്ട് അവർ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് സബ് വൂഫർ ഒരു ഫിൽറ്റർ വെച്ചിട്ട് നമുക്കാണെങ്കിൽ സബ് വൂഫറിനും വർക്ക് ചെയ്യിപ്പിക്കാം. പക്ഷേ ഇത് ഒരു റെക്കമെൻഡ് ചെയ്യുന്നത് സ്റ്റീരിയോ എന്നുള്ള രീതിയിലാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു പരീക്ഷണാർത്ഥം സബ് വൂഫറിനും കൊടുത്തു നോക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പിന്നെ ഈ SMPSൻ്റെ സൈഡ് വരികയാണെങ്കിൽ നല്ല അടിപൊളി SMPS ആണ്. നല്ല ക്വാളിറ്റിയുള്ള കമ്പോണൻസൊക്കെ യൂസ് ചെയ്തിട്ട് അവന്മാർ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി സാധനമാണിത്. 110 വോൾട്ട് തൊട്ട് 240 വോൾട്ട് വരെയുള്ള ഒരു വോൾട്ടേജിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വോൾട്ടേജ് കുറയുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സെറ്റപ്പിലാണ് ഈ ഒരു സാധനം വരുന്നത്. പിന്നെ കൂടാതെ തന്നെ നമുക്ക് ഇവിടെയാണ് AC കൊടുക്കേണ്ടത്. അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെ നിന്നാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഇറങ്ങുന്നത്. ഓക്കെ, അതിന് 4 പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 4 പോയിൻ്റ് അവർ കൊടുത്തിട്ടുണ്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. നോക്കി കണക്ട് ചെയ്യുക. ഓക്കെ, എനിക്ക് സപ്ലൈ ചിലപ്പോൾ തിരിഞ്ഞു പോയാൽ ചിലപ്പോൾ ഇത് കത്തിപ്പോകാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഡയോഡ് പോലെ എന്തോ ഒരു സാധനം അവിടെ കൊടുത്തിട്ടുണ്ട്. ഡയോഡ് തന്നെയാണ്, ഡയോഡ് പോലെയല്ല. ഓക്കെ, അതായത് നമ്മൾ ബൈ ചാൻസ് സപ്ലൈ തിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ് ഡയോഡ് അവർ കൊടുത്തിട്ടുള്ളത് അതിനകത്ത്. കണ്ടില്ലേ? പിന്നെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് കപ്പാസിറ്റർ അല്ലാതെ അവർ കൊടുത്തിട്ടുണ്ട്. 1000 UFൻ്റെ കപ്പാസിറ്റർ 4 എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ബോർഡാണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബോർഡാണ്. എന്തായാലും പ്രൊട്ടക്ഷൻസ് അവർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സപ്ലൈ തിരിഞ്ഞു പോയാലും കംപ്ലൈൻറ്റ് ആവാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു കുറവായിട്ട് കണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഓരോ LED ലൈറ്റുകളൊന്നും വരുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണൊരു കുറവ്. നമ്മൾ SMPS ഓണായാലും ക്ലാസ് D ഓണായാലും LED കൊടുത്തിട്ടില്ല, പകരം ഒരു ഫാന് കൊടുത്തിട്ടുണ്ട്. അത് മാത്രം ഒന്ന് കറങ്ങും, അത്രയേ ഉള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം ആംബ് ഓണാണെന്നുള്ളത്. അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഒരു എൻ്റെ ഒരു അഭിപ്രായത്തിൽ പരീക്ഷണാർത്ഥം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. കാര്യം നമ്മുടെ മലയാളികൾ എപ്പോഴും ഇതുപോലത്തെ ക്ലാസ് D ബോർഡുള്ള പരീക്ഷണാർത്ഥം മാത്രമാണ് വാങ്ങി ഉപയോഗിക്കുന്നത്. പക്ഷേ സോണി, LG, പാനാസോണിക് പോലുള്ള കമ്പനികളുടെയൊക്കെ ഇപ്പോൾ പറയുന്ന ബ്ലൂടൂത്ത് സ്പീക്കർ ആയാലും ഈ LG, നമ്മുടെ സോണി LGയുടെയൊക്കെ ഹോം തിയേറ്റർ ഒരു 40,000, 35,000, 40,000 വിലയുള്ള ഹോം തിയേറ്റർ, പിന്നെ ഇപ്പോൾ വരുന്ന ഡോൾബി സപ്പോർട്ടറായിട്ടുള്ള ഒരുപാട് സൗണ്ട് ബാറുകളുണ്ട്. ഇതെല്ലാം നമ്മുടെ മലയാളികൾക്ക് അത്രയും പൈസ കൊടുത്ത് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അതിനകത്തെല്ലാം ക്ലാസ് D ആമ്പുകളാണ് വരുന്നത് വിത്ത് നോ സർവീസ്. കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിഞ്ഞു പോലും നോക്കേണ്ടത്. സർവീസ് സെൻറ്ററിൽ സർവീസിന് പോലും എടുക്കാത്ത ഒരു മുതലാണ് ഈ പറയുന്ന സോണി, LG ഇതുപോലുള്ള സാധനങ്ങൾ. സാംസങ് പാടാണ് സർവീസ് കിട്ടാൻ. എന്നാൽ നമ്മൾ അത്രയും എമൗണ്ട് മുടക്കുകയും ചെയ്യും. അത് വെച്ച് നോക്കുമ്പോൾ അത്രയും പൈസയൊന്നും മുടക്കണ്ട. ഇതിന് വളരെ ചെറിയൊരു പൈസ 4500 ആ റേഞ്ചിലാണ് വരുന്നത്. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയും. ഇപ്പോൾ ഈ ഒരു SMPS വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഇന്ന് ഷോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പവർ സപ്ലൈ ജസ്റ്റ് ഒന്ന് ഷോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പോലും ഇത് അങ്ങനെ പെട്ടെന്ന് ഇതാകുന്ന കംപ്ലൈൻ്റ് ആയി പോകത്തില്ല. കാര്യം പ്രൊട്ടക്ഷൻ അടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. ജസ്റ്റ് ഇങ്ങനെ ഓണാക്കി ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഇത് ഷോർട്ടായി പോകും, അങ്ങനെയുള്ള പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും, അങ്ങനെയുള്ള ഒരു പേടി നിങ്ങൾക്ക് ആവശ്യമില്ല. ഈ ബോർഡിൻ്റെ കേസിലായാലും അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കംപ്ലൈൻ്റ് ആവത്തില്ല എന്നുള്ളതാണ്. അഥവാ പോയാലും ചിപ്പ് മാത്രമേ, ഞാൻ നേരത്തെ പറഞ്ഞാലും ചിപ്പ് മാത്രമേ പോവുള്ളൂ.
ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന അടിപൊളി ബോർഡാണ്. താല്പര്യമുള്ള ആൾക്കാർക്ക് വാങ്ങി ഉപയോഗിക്കാം. ഓക്കെ, താങ്ക് യു.